വിലക്ക് വാങ്ങിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണത് വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയണത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും മനസ്സിൽ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ലേ. 98 94 ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. മക്കളെയും കൊണ്ട് അമ്മമാരും തന്നെ കാണാം. അതുങ്ങളിങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ പറഞ്ഞു വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കുക. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിഞ്ഞു കയറി ആൾക്കാരെ നിൽക്കണമെന്നറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അത് കാര്യം ദൈവതിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഇവിടെ പിടിക്കുന്നത്, ഞാനെന്തിനാണ് ആൾക്കാരെ ഒന്ന് പ്രാർത്ഥിക്കണത്, ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. ഈ കാനായിലെ കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാം, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ് എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിൻ്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത്. മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷവിധ നിലപാടാണ് മറിയത്തിൻ്റെ. അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ നമുക്ക്